ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ റോസപ്പൂവിൽ നിറയെ പൂക്കളുണ്ടാകുവാൻ ഞാനിങ്ങനെയാണ് ചെയ്തത്. നല്ലപോലെ പൂവുണ്ടാകും കണ്ടോ. ഞാനതിൻ്റെ വളം പറയാവേ. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഇത് ചിരട്ടക്കരി, ചായപ്പൊടിയും മുട്ടത്തോടും എല്ലാടെ കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളത്തിൽ കലക്കി ഒഴിക്കാം. നല്ലപോലെ പൂവുണ്ടാകും. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. മാറി മാറി ചെയ്യുവേ. പിന്നെ മുട്ടത്തോടും ചായപ്പൊടിയുടെ ഇടും, കഞ്ഞിവെള്ളത്തിൽ കലക്കി. മുട്ടത്തോട് പൊടിച്ചിട്ട് നല്ലപോലെ ഇടും, 5-6 ഗ്രാം വെച്ച്. എന്നിട്ട് വെള്ളം ഒഴിക്കും നല്ലപോലെ. മുട്ടത്തോട് കാൽസ്യമല്ലേ, നല്ലപോലെ പൂവുണ്ടായിക്കോളും. എന്ത് രസമാണ് കാണാൻ. നിറയെ പൂക്കളുണ്ടാവും. ചിരട്ടക്കരി നല്ലതാണ് കലക്കി ഒഴിച്ചാൽ. പിന്നെ വേറെയൊക്കെ ഇടാം. ഓറഞ്ച് തൊലി പൊടിച്ച് അത് ഇടാം. ഇടയ്ക്കിടയ്ക്ക് അത് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഒരുമിച്ചിടണ്ട കേട്ടോ. 10-15 ദിവസം ഇടവിട്ട്. ഓറഞ്ച് തൊലി ഉണങ്ങി പൊടിച്ചിടുന്നു നല്ല മണ്ണിൻ്റെ കൂടെ ചേർത്തേ. ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. പൂ ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ റോസപ്പൂ കരിഞ്ഞിരിക്കാതെ അത് കടിച്ച് കളയണം. അപ്പോൾ അവിടുന്ന് വേറെ തളിര് വന്ന് മൊട്ട് ധാരാളം വരും. മഞ്ഞൾപ്പൊടി, മുട്ടത്തോട്, ചായപ്പൊടി, ചിരട്ടക്കരി എല്ലാടെ കഞ്ഞിവെള്ളത്തിൽ അരി കഴുകിയ വെള്ളത്തിലൊക്കെ കലക്കി ഒഴിക്കാം. ചായ വെച്ചതിൻ്റെ മട്ട് കണ്ടോ, വെയിലത്ത് വെച്ച് ഉണങ്ങി വെച്ചേക്കുന്ന. ഇത് ചിരട്ടക്കരി അരി കഴുകിയ വെള്ളത്തിലോട്ട് ഇടുക. മഞ്ഞൾപ്പൊടി ഇടുക, ചായപ്പൊടി ഇടുക, കണ്ട കരി ഇടുക. ചിരട്ടക്കരി നല്ലതാണ്. റൂട്ട് ഹോർമോണുള്ള മാത്രമല്ല, അത് നല്ലൊരു വളം കൂടിയാണ്. എന്താ നല്ല ക്രീപ്പിംഗ് റോസ്, വെള്ള റോസ്, നല്ല വള്ളി റോസ് കണ്ട വെള്ള. എന്ത് മൊട്ടുകളാന്ന് നോക്കി. ഇതിലെല്ലാം മുളച്ച് വരുന്നത് കണ്ടോ. വേറെ ശിഖരങ്ങൾ എത്ര ശിഖരങ്ങളാണ് വരുന്നത് നോക്കി. ഇത് വേറെ ഒരു റോസാണ്. റോസ് ഞാൻ വെള്ള റോസ് പിടിപ്പിച്ചാണ്, ഗ്രാഫ്റ്റ് ചെയ്താണ്. അങ്ങ് താഴെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കയറി വരിക കണ്ടോ, അങ്ങ് താഴെ. 2 വർഷമായി നട്ടിട്ട്. റോസയിൽ വെള്ള റോസ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നു കണ്ടോ. ഇതിൻ്റെ ചുവട് ഭാഗം ഇവിടെയാണ്. ഇവിടെ കൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിക്കാം. കരിയും ചായപ്പൊടിയും മുട്ടത്തോടും മഞ്ഞൾപ്പൊടിയിലാണ് നല്ലപോലെ പിടിച്ചു ഗ്രാഫ്റ്റ് ചെയ്ത്. എത്ര പൂവാന്ന് നോക്കി. നല്ല രസമല്ലേ കാണാൻ. റോസ് വെള്ള റോസ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാണിത്. ഈ റോസയിൽ നല്ല രസമല്ലേ കാണാൻ. ഇതുപോലെ തന്നെ വേറെ ഒരു കാശ്മീർ റോസ് ഉണ്ട്, സ്നോ വൈറ്റ് റോസ്. അതും കാണിക്കാവേ. കട്ടയ്ക്ക് പൂവുണ്ട് അങ്ങണ്ടോ. റോസ് ഇതാ കാശ്മീർ റോസ്, സ്നോ വൈറ്റ് റോസ്. ഇതാ അതിൻ്റെ പൂവ് കേട്ടോ.
നല്ല സ്നോ വൈറ്റ് പോലെ ഇരിക്കില്ലേ, കാശ്മീരി റോസ് സ്നോ വൈറ്റ്. ഇടയ്ക്കിടയ്ക്ക് ചായപ്പൊടി മുട്ടത്തോടും എല്ലാവരും ഇടകലർത്തി ഇട്ട് കൊടുക്കുക. കരി കലക്കി വെള്ളം നല്ലതാണ്. അല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ചോട്ടിലൊഴിച്ചാലും നല്ലപോലെ പൂവുണ്ടാവും. ഞാനിങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ റോസപ്പൂ. അതുകൊണ്ട് എത്ര മുട്ട നോക്കിയാൽ മുട്ടുകൾ നിറഞ്ഞു നിൽക്കും. ഇടയ്ക്ക് മണ്ണ് ഇളക്കി കൊടുക്കണം, എന്നിട്ട് നല്ല വളം ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി ഇപ്പോൾ ഇല്ല, ചാണകപ്പൊടി ഉള്ളപ്പോൾ ചാണകപ്പൊടി ഇടും. മുട്ടത്തോട് ഇട്ടിട്ട് ഉടനെ വെള്ളം ഒഴിക്കണം. ഉണ്ടോ, വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോവും. മുട്ടത്തോട് ഇടുക, വെള്ളം ഒഴിക്കുക. ഓക്കെ, എത്ര മുട്ടുകളാണെന്ന് നോക്കി. നല്ല രസമല്ലേ കാണാൻ. ഇത് റോസ് ഇതിലാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. പൂവുണ്ടായി കഴിഞ്ഞ ഉടനെ അവിടെ കട്ട് ചെയ്ത് കഴിയുക. 5 ഇല താഴോട്ട് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ വേറെ ശിഖരം പൊട്ടി നല്ല മൊട്ടുമായിട്ട് വരും. ഈ വെള്ള റോസിൻ്റെ കട്ടിങ്സ് പെട്ടെന്ന് നട്ടാൽ പിടിക്കും, നല്ലപോലെ പിടിക്കും. ഇത് ഗ്രാഫ്റ്റ് ചെയ്താലും പെട്ടെന്ന് പിടിക്കും, മണ്ണിൽ നട്ടാലും പിടിക്കും, നല്ലപോലെ പിടിക്കും. ഇത് കാശ്മീർ റോസാണ്, സ്നോ വൈറ്റ് റോസ് എന്ന് പറയും. കേട് കാണുമ്പോൾ കേട് കാണുമ്പോൾ വെളുത്തുള്ളി വേപ്പെണ്ണ സ്പ്രേ ചെയ്താൽ മതി. അല്ലെങ്കിൽ വെളുത്തുള്ളിയും കാന്താരിയുടെ സ്പ്രേ ചെയ്താലും അതിൻ്റെ കുരുടിപ്പ് രോഗം മാറും. കഞ്ഞിവെള്ളവും മഞ്ഞൾപ്പൊടിയുടെ കലർത്തിയിട്ട് അത് ഇലയെല്ലാം തളിച്ചാൽ അതിൻ്റെ കുരുടിപ്പ് രോഗം മാറും. നല്ല ഭംഗിയില്ല കാണാൻ, കട്ടയ്ക്ക്. എത്ര പൂവാന്ന് നോക്കി. വേനൽക്ക് മുട്ട ആകുമ്പം മുട്ടയിൽ കൂട്ടി വെള്ളം ഒഴിക്കുക. ഇലകളിൽ കൂടിയൊക്കെ വെള്ളം ഒഴിക്കാം. നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. റോസിൻ്റെ ഇലയുടെ അടിയിൽ ഭാഗത്തൊക്കെ പുഴുണ്ടോ എന്ന് നോക്കണം. കേട്ടോ, ഒരു കേട് പോലും ഇല്ല കേട്ടോ. വെളുത്തുള്ളി ജൈവ കീടനാശിനി ഞങ്ങൾ സ്പ്രേ ചെയ്യുവേ. സ്പ്രേ ചെയ്യുമ്പോൾ ആ കേടൊക്കെ മാറും. ഇത് റെഡ് കളർ കാശ്മീർ റോസ്, നല്ല ഭംഗിയില്ല കാണാൻ.
റോസപ്പൂ നാടൻ റോസ, ഇതിന് നല്ല കളറല്ലേ. 2 വർഷമായി ഇത് ഇപ്പോൾ ഇങ്ങനെ പിടിപ്പിച്ചിട്ട്. റോസ് വെള്ള റോസ് പിടിപ്പിച്ചത്. കാശ്മീരി റോസ് പെട്ടെന്ന് കട്ടിങ്സ് നട്ടാലും പിടിച്ചു ഈ വെള്ള റോസ്. ഇനി തീരെ തണ്ടിനെല്ലാം മണ്ണക്കുറവാണ് കാശ്മീരി റോസിന്. നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല സ്നോ വൈറ്റ്. അപ്പോൾ ചായപ്പൊടി ഒന്നും കളയണ്ട, ചായപ്പൊടിയുടെ മട്ടൊന്നും കളയണ്ട, ഇതിൻ്റെ ചുവട്ടി ഇട്ടാൽ മതി. മണ്ണിച്ചിരി മാറ്റിയിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി, വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, നല്ലപോലെ പൂവ് തരും. അല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചോട്ടിലൊഴിച്ചാലും നല്ലപോലെ പൂവ് തരും. അങ്ങനെ മാറി മാറി ചെയ്ത് 15 ദിവസം കൂടുമ്പോൾ. കേട്ടോ, എന്നാ രസമാണ് കാണാൻ. ഇത് രാത്രിയിലെടുത്താണ്. മഴ പെയ്തപ്പോൾ രാത്രിയിൽ ഇച്ചിരി മഴ കുറഞ്ഞു, അപ്പം വന്നെടുത്തത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഇവിടെ 2 കാശ്മീർ റോസുണ്ട്, വെള്ളയുണ്ട്, റോസ് കളറും 2 ഉണ്ട്. തീരെ വിലക്കുറവല്ലേ കാശ്മീർ റോസിന് തണ്ടിന്. എന്നാലും അത് കട്ടിങ്സ് നട്ടാലും പിടിച്ചോളും. വെള്ള പെട്ടെന്ന് പിടിക്കും. അപ്പോൾ ഓറഞ്ച് തൊലി, മുട്ടത്തോടും ചായപ്പൊടി എല്ലാം ഇതിന് നല്ലപോലെ വളമാണ്, നല്ലപോലെ പൂ തരും. ചട്ടക്കരി, പുളിച്ച കഞ്ഞിവെള്ളം, അരി കഴിയ വെള്ളം ഒക്കെ ഞാൻ ഒഴിക്കുന്ന. കുരുടിപ്പ് വരാതെ എപ്പോഴും ജൈവ കീടനാശിനി സ്പ്രേ ചെയ്യണം. കേട്ടോ, ഇത് നല്ല കണ്ടോ, മൊട്ട് വരുന്ന കണ്ടോ, നല്ല കളറല്ലേ കൂട്ടുകാരെ. ഒത്തിരി മുള വരുന്നു കണ്ടോ, എല്ലാ ശേഖരങ്ങൾ പൊട്ടി വരുന്നു. താങ്ക് യു കൂട്ടുകാരെ.